Good morning, my dear students. In the last section, we have discussed about what is van der Waals forces. Okay. Today we are going to discuss about what is the interaction between two inert gases. As we know that is known as van der Waals-London interaction. What is van der Waals-London interaction? That is instantaneous dipole induced dipole interaction is known as van der Waals-London interaction. ഇവിടെ നമുക്ക് van der Waals interactions എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് van der Waals interactions പോസിബിൾ ആണ്. നമുക്കറിയാം ഒരു ഇൻട്രാക്ഷൻസ് വീക്ക് ഇൻട്രാക്ഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തൊരു ഇനർട്ട് ഗ്യാസിൻ്റെ കേസിൽ മോസ്റ്റ് ഓഫ് ദ ഇനർട്ട് ഗ്യാസസ് ഏത് ഇൻട്രാക്ഷൻസാണ് നോക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അതൊരു ഡൈപോൾ ആയിട്ട് അല്ലെങ്കിൽ നോൺ പോളറായിട്ട് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ന്യൂട്രാലിറ്റി ബിഹേവിയർ കാണിക്കും, സ്റ്റെബിലിറ്റി കാണിക്കും. അതിനകത്ത് ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് അയൺസിന് ചുറ്റും അത് എന്തായിരിക്കും? മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എത്തുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയും വേറൊരു ആറ്റത്തിനെ അത് എന്തായിരിക്കും? ഇൻറ്ററാക്ഷൻസ് നടത്തുന്നത് വേറൊരു ആറ്റുമായിട്ടത് ഏതൊർ അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിഹേവിയർ കാണിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്ത് ആ ഇൻട്രാക്ഷൻ എനർജി എത്രയാണെന്ന്. We can calculate what is the value of interaction energy between these two atoms, van der Waals interactions. ഓക്കെ, അപ്പം അത് നമ്മൾ ഹാമിൽട്ടോണിയം വെച്ചാണ് ഡിറൈവ് ചെയ്യുന്നത്. Consider two identical inert gas atoms separated by distance r, which is large compared to the radius of the atom. നമ്മൾ രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആറ്റംസ് കൺസിഡർ ചെയ്യുവാണ്. എന്ത് ഷേപ്പായിരിക്കും? സ്പെറിക്കൽ ഷേപ്പിലുള്ള രണ്ട് ആറ്റംസ് കൺസിഡർ ചെയ്യുവാണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് r. Then if the charge distribution on the atom were rigid, അപ്പോൾ ഇത് നമുക്കറിയാം ഒരു സ്പെറിക്കൽ ആയിട്ടുള്ള ആറ്റം പോസിറ്റീവ് ചാർജ് അതിൻ്റെ സെൻട്രലിൽ ഇരിക്കുകയാണ്. ഇലക്ട്രോൺസ് എല്ലാം ഇലക്ട്രോണിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ റിജിഡായിട്ട്, അതായത് ഇങ്ങനെ അത് എല്ലാ ആറ്റത്തിലും അല്ല എല്ലാ പോർഷനിലും സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ ന്യൂട്രൽ ആറ്റം. ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ആറ്റം വുഡ് ബി സീറോ because the electrostatic potential of a spherical distribution of electron charge is cancelled outside a neutral atom by the electrostatic potential of charge on the nucleus. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കൊരു അതിനകത്ത് എന്തായിരിക്കും? ഔട്ട്സൈഡിൽ അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാവുമോ? ഇല്ല. അതെന്തായിരിക്കും? അതൊരു ന്യൂട്രലായിട്ട് ബിഹേവ് ചെയ്യണം. അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഔട്ട്സൈഡിലേക്ക് ബിഹേവ് ചെയ്തില്ല. കാരണം അതിനകത്തൊരു പോസിറ്റീവ് നെഗറ്റീവ് ഇത് നടക്കുന്നില്ല. പോസിറ്റീവ് ആറ്റംസ് അവിടെ നിൽക്കുന്നു, നെഗറ്റീവ്സ് എല്ലാം ഒരു സൈഡിൽ അലൈൻ ചെയ്യുന്നു. ദെൻ ദ ഇന്നേർട്ട് ഗ്യാസ് ആറ്റം കുഡ് ഷോ നോ കൊഹഷൻ. അതൊരു കൊഹസീവ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിന് ഒരു കൊഹഷൻ അവിടെ ഇല്ല. ആൻഡ് കുഡ് നോട്ട് കണ്ടൻസ്, അതൊരു കണ്ടൻസ്ഡ് അത് ഒരു ബിഹേവിയറും കാണിക്കുന്നില്ല. ബട്ട് ആറ്റംസ് ഇൻഡ്യൂസ് എ ഡൈപോൾ മൊമെൻറ്റ് ഓൺ ഈച്ച് അതർ. ഇനി നമ്മൾ അതിനകത്തോട്ടൊരു ഡൈപോൾ ഇൻഡ്യൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഇതുമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുകയും ദെൻ ദ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഡ്യൂ ടു ദിസ് ഈസ് കോൾഡ് van der Waals interactions. Then we can calculate the attractive interaction energy due to this two dipole interactions. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് ആറ്റത്തിൻ്റെയും തമ്മിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോളിൻ്റെ ഇൻട്രാക്ഷൻസ് നമ്മൾ അതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്പെറിക്കൽ ഷേപ്പിലിരിക്കുവാണെങ്കിൽ അതൊരു ന്യൂട്രാലിറ്റി ബിഹേവിയർ കാണിക്കുന്നു. അതൊരിക്കലും അതിനൊരു ഔട്ട്സൈഡിൽ അതിനൊരു പൊട്ടൻഷ്യൽ കാണത്തില്ല. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് വേറെ ഒരു ആറ്റുമായിട്ട് ഇൻട്രാക്ഷൻസ് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഈ ആറ്റത്തിന് ഇതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റം Cl2
അല്ലെങ്കിൽ H2 ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ ഇത് തമ്മിലുള്ള സെപ്പറേഷനാണ് X2, ആറ്റം തമ്മിലുള്ള സെപ്പറേഷൻ. കാരണം ഇത് ഡൈപോളാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് X2. ആൻഡ് സിമിലർലി അനദർ ആറ്റം, ഇത് രണ്ടും തമ്മിലാണ് ഇൻട്രാക്ഷൻസ് നടക്കുന്നത്. ഇവിടെയായിരിക്കും അതിൻ്റെ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇത് അടുത്തത് ഇലക്ട്രോൺ. ഇതിപ്പം ഈ പോസിറ്റീവ്, ഇത് ഈ നെഗറ്റീവ്, ഇത് ഈ പോസിറ്റീവ്, ഇത് ഈ നെഗറ്റീവ്. പോസിറ്റീവ്സ് എല്ലാം ഒരു സൈഡ്, നെഗറ്റീവ് എല്ലാം വേറൊരു സൈഡിൽ, ദാറ്റ് ഈസ് നോൺ ആസ് ഡൈപോൾ. അങ്ങനെയാകുമ്പോൾ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് X2 ആയിട്ടും ഇത് X1 ആയിട്ടും നിൽക്കുന്നു. ഈ ആറ്റം തമ്മിലുള്ള ഇതെന്ന് പറയുന്നത്, സെപ്പറേഷൻ എന്ന് പറയുന്നത് R ആണ്. ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുവാണ്. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ബിക്കം R. ദെൻ this R could be very greater than, R is very very greater than X1 and X2. R should be greater than X1 and X2. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടു. എന്താണ്? രണ്ട് ആറ്റം തമ്മിലുള്ള സെപ്പറേഷൻ, X2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള സെപ്പറേഷൻ X2 ആൻഡ് X1. ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിട്ടുള്ള രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് വീക്ക് ഇൻട്രാക്ഷൻ നടക്കുന്ന, വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻ നടക്കുന്ന ആ ഒരു സെപ്പറേഷൻ, രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് R ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇഫ് P1 ആൻഡ് P2 ആർ ദ മൊമെൻ്റ് ഓഫ് ദാറ്റ് ആറ്റം. നമ്മളിനി ഇതിൻ്റെ മൊമെൻ്റ്, നമ്മൾ ഹാമിൽട്ടോണിയം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഹാമിൽട്ടോണിയം കാണുമ്പം അതെന്തൊക്കെ പാരാമീറ്ററാണ്? എക്സും പിയും തമ്മിലുള്ള പാരാമീറ്ററാണ് വേണ്ടത്. സോ P1 and P2 are the moment of that atom. Then the Hamiltonian of the unperturbed system. അതായത് ഇതൊരു ഇൻട്രാക്ഷൻ ഒന്നും നടക്കുന്നില്ല, കപ്ലിങ് നടന്നില്ല. അങ്ങനെ ആവുമ്പോഴേക്കും ഇതിനകത്ത് അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിലെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്തൊക്കെ വരും? പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മായിരിക്കും ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഹാമിൽട്ടോണിയൻ H=T+V ആണ്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? H0 അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിലെ ഹാമിൽട്ടോണിയൻ H0 ഈക്വൽ ടു P1² ഡിവൈഡ് ബൈ 2m പ്ലസ് P2² ഡിവൈഡ് ബൈ 2m പ്ലസ് ഹാഫ് ഇൻറ്റു എന്തായിരിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി P1² പ്ലസ് P1² ഡിവൈഡ് ബൈ 2m പ്ലസ് P2² ഡിവൈഡ് ബൈ 2m. ദെൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതായിരിക്കും ½ ആണ് അല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കാരണം ഇതൊരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ബിഹേവിയർ കാണിക്കുക, ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. സോ ദിസ് വൺ ഈസ് ½ പകരം C എന്ന് എടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഫോഴ്സ്, ഇതെന്താണ്? ഫോഴ്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ കേസിൽ ആറ്റം സിമിലർ ആയതുകൊണ്ട് എന്തായിരിക്കും? C എന്ന് എടുത്തിരിക്കുകയാണ്. CX1² പ്ലസ് ½ എന്ന് എടുത്തിരിക്കുകയാണ്. ഓക്കെ, KX²ന് പകരം രണ്ടിൻ്റെയും കേസിൽ C അതിൻ്റെ കോൺസ്റ്റൻറ്റ്. ദെൻ CX1² പ്ലസ് ½ ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മൾ എന്താ എടുത്തത്? അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ ഇനി അതിന് അൺകപ്പിൾഡ് സ്റ്റേറ്റിൽ നമ്മൾ കണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് എ frequency ω0 of the strongest optical absorption line of the atom. Then C equal to m ω0². K equal to എന്താ വരുന്നത്? ഒമേഗ ഈക്വൽ ടു √C/m or K/m. Then ω0 എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് പൊസസ് ചെയ്യുന്ന ദാറ്റ് ഷുഡ് പൊസസ് എ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് അതാണ് അതിനകത്ത് ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ ലൈൻസ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C equal to m ω0². ദെൻ ഇനി അതിനകത്ത് ഇൻട്രാക്ഷൻ നടക്കുവാണെങ്കിൽ, കൊളംബിക് ഇൻട്രാക്ഷൻസ് നടക്കുവാണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാകും? അതിനകത്തൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണ്. ദെൻ H1 ഈക്വൽ ടു നമുക്ക് എങ്ങനെയായിരിക്കും? കൊളംബിക് ഇൻട്രാക്ഷൻ നടക്കുവാണ്, ഈ ആറ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഈ ഡൈപോളുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുവാണ്, വീക്ക് വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻസ് നടക്കുവാണ്. ദാറ്റ് ഈസ് E പ്ലസ് തമ്മിലുള്ള സെപ്പറേഷൻ X2, E പ്ലസ് E മൈനസ് തമ്മിലുള്ള X2, E പ്ലസ് X1. ദെൻ ഇത് തമ്മിലുള്ളാവുന്ന അട്രാക്ഷൻസ്, എന്തൊക്കെ തരത്തിലുള്ള അട്രാക്ഷൻ നടക്കാൻ പറ്റും? നമുക്കറിയാം കൂളം ഫോഴ്സ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു H1 ഈക്വൽ ടു 1/4πε0 എന്താണ്? E² ഡിവൈഡ് ബൈ R ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0
ഇ സ്ക്വയർ ഏതൊക്കെ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നത് E1 ഇത് ഈ പ്ലസും കൂടെ തമ്മിൽ അല്ലേ. അപ്പം ഇത് തമ്മിലുണ്ടായ ഇൻട്രാക്ഷൻ വരുമ്പം ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ. ദെൻ അടുത്തത് എന്ത് വരും? അടുത്തത് രണ്ട് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ. അപ്പോൾ എന്ത് വരും? ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. എന്ത് വരും? നെഗറ്റീവ് ചാർജുകൾ ഇതുവരെ എന്തായിരിക്കും? ആറാണ് അല്ലേ. ആറ് പ്ലസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോഴേക്കും പ്ലസ് x2 മൈനസ് x1. ഇത് തമ്മിലുള്ള ഡിഫറൻസ് x2 മൈനസ് x1. ഓക്കെ, x2 മൈനസ് x1. ദെൻ അടുത്തത് മൈനസ് വരുമ്പോൾ എന്ത് വരും? ദിസ് വൺ അല്ലേ. ഇത് തമ്മിൽ എന്താ പറയുന്നത്? മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് x1. രണ്ട് മൈനസുകൾ തമ്മിൽ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് x1 മൈനസ് അടുത്ത് എന്ത് വരും? ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ മൈനസ് x2. ടോട്ടൽ എന്ത് വരും? ആർ മൈനസ് x2. ഇത് തമ്മിലാണ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ വരുമ്പം ആറ്. ഇത് തമ്മിൽ എന്താണ്? ആറാണ്. ആർ മൈനസ് x2. അപ്പോൾ ഇത്രയും ആണ് എച്ചിൻ്റെ വാല്യൂ. H1 നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ഇൻട്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിട്ട് എടുക്കണം? ആറായിട്ട് എടുക്കണം. അതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് x1 മൈനസ് x2. ഇനി അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ് കൂടെ വരുന്നതുകൊണ്ട് മൈനസ് വരും. മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പ്ലസ് x1 നെഗറ്റീവ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ മൈനസ് x2. ദെൻ H1 ഈക്വൽ ടു 1/4πε0. ഇ സ്ക്വയർ ബൈ ആറിനെ കോമൺ ആയിട്ട് എടുക്കാം. ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ഇവിടെ എന്ത് വരും? 1 പ്ലസ് അടുത്തതിനകത്ത് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആറ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് വരും? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് x1 മൈനസ് x2 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് x1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് x2 ഡിവൈഡ് ബൈ ആറ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് കിട്ടിയത്? H1 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0. നമ്മൾ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആറിനെ ഔട്ട് സൈഡിലേക്ക് എടുത്തു അല്ലേ. ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആറിനെ എടുത്തു കഴിഞ്ഞപ്പം അതിനകത്ത് നമുക്ക് കിട്ടിയ എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്. നമ്മളെ പെർട്ടേബ്ഡ് ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി ഈ ഒരു പെർട്ടേർബ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ടെയ്ലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, ടെയ്ലർ സീരീസ് അപ്രോക്സിമേഷന് വേണ്ടി നമ്മൾ അപ്രോക്സിമേറ്റ് നമുക്കറിയാം ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ x1 ആൻഡ് x2 കമ്പയർ ചെയ്യുമ്പോൾ. സോ H1 നമ്മൾ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് ടേം 1/4πε0 ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ദിസ് വൺ ഈസ് 1. ദെൻ എക്സ്പാൻഷൻ കൊടുക്കും. ഈ ടേമിൽ ഫസ്റ്റ് ടേമിലേക്ക് എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് ഫസ്റ്റ് ടേം എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? x1 മൈനസ് x2 ബൈ ആർ. ദെൻ പ്ലസ് അടുത്തതിൻ്റെ ഹോൾ സ്ക്വയർ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ ടേമിൻ്റെ ഇത് കൊടുത്തു, എക്സ്പാൻഷൻ കൊടുത്തു. ദെൻ മൈനസ് അടുത്തതിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കണം. 1 മൈനസ് ഇവിടെ മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. 1 മൈനസ് x1 ഡിവൈഡ് ബൈ ആർ പ്ലസ് x2 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് മൈനസ് ദെൻ ഇൻറ്റു 1 പ്ലസ് ഇത് മൈനസ് സൈൻ ആയതുകൊണ്ട് പ്ലസ് വരും. 1 പ്ലസ് x2 ഡിവൈഡ് ബൈ ആർ പ്ലസ് x2 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കി ടേം ഏതൊക്കെ ക്യാൻസൽ ആകാൻ പറ്റും? ദിസ് വൺ ഈസ് 1 + 1 2, ദിസ് -1 -1, ദെൻ -2, ദിസ് ആർ ക്യാൻസൽഡ് ഔട്ട്. ദെൻ -x1 ആറ് ഇവിടെ പ്ലസ് x1 ഡിവൈഡ് ബൈ ആറ് അത് ക്യാൻസൽ ആവും. ഇത് മൈനസ് പ്ലസ് വരും. പ്ലസ് x2 ബൈ ആറ് ഇത് മൈനസ് x2 ബൈ ആറ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം x1 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ വരും. ഇവിടെ ഒരു മൈനസ് x2 സ്ക്വയർ ഡിവൈഡ് ബൈ x1 സ്ക്വയർ ഡിവൈഡ് ബൈ ദിസ് വൺ ഈസ് x1 കേട്ടോ. ദിസ് വൺ ഈസ് x1 ആണ്. x1 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ക്യാൻസൽ ആവുന്നു. ദെൻ മൈനസ് അടുത്തത് എന്ത് വരും? അടുത്തതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x2 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയറും മൈനസ് x2 സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇത് പ്ലസ്സാ വരുള്ളൂ. പിന്നെ അടുത്തത് ഒരു റിമൈനിങ് ടൈം എന്തേ വരുള്ളൂ? -2 × x1 x2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് ഇതിനകത്തുനിന്ന്
ക്യാൻസൽ ചെയ്തിട്ട് റിമൈനിങ് ടേം വരുന്നുള്ളൂ. സോ ദ ഹാമിൽട്ടോണിയൻ H1 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4πε0 E സ്ക്വയർ ഡിവൈഡ് ബൈ R ഇൻറ്റു റിമൈനിങ് ടേം ഏത് മാത്രമേ ഉള്ളൂ, -2 ഇൻറ്റു x1 x2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇവിടെ ഒരു x1 ആണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ -2 ഇൻറ്റു x1 x2 ഡിവൈഡ് ബൈ R സ്ക്വയർ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ആ ഒരു ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഹാമിൽട്ടോണിയൻ വി. ടി നമുക്ക് വേണ്ട പ്ലസ് വി പൊട്ടൻഷ്യലാണ്. ഇവിടെ ഒളിമ്പിക് ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ്. ദെൻ ദ ടോട്ടൽ ഹാമിൽട്ടോണിയൻ H1 ഈക്വൽ ടു എന്ത് വരും, നമുക്ക് എഴുതാം -2 E സ്ക്വയർ x1 x2 ഡിവൈഡ് ബൈ 4πε0 R ക്യൂബ്. Okay, then that is the total potential. So total Hamiltonian H equal to H0 plus H1, that is equal to P1 square divided by 2m plus P2 square divided by 2m plus half into Cx1 square plus half into Cx2 square minus 2e square. ഇവിടെ കിട്ടിയേക്കുന്നത് -2 e square x1 x2 ഡിവൈഡ് ബൈ 4πε0 R ക്യൂബ് നമുക്ക് കിട്ടി അല്ലേ. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇനി എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ എനർജി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ എനർജി, അതാണ് നമുക്ക് അട്രാക്റ്റീവ് എനർജി കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം. നമുക്കറിയാം അതെന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r⁶ പ്രൊപ്പോർഷണലായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ആ വാൻ ഡെർ വാൾസ് ഇൻട്രാക്ഷൻസിൻ്റെ ആ ഇത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ എന്താ നിലവിൽ നമുക്ക് കിട്ടിയേക്കുന്നുള്ളൂ, ഹാമിൽട്ടോണിയൻ മാത്രമേ കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡെറിവേഷൻസ് കാണാം. നിങ്ങളിത് പേജ് നമ്പർ കിറ്റലിൻ്റെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 60 ഇതിൻ്റെ ഇക്വേഷൻസ് മാത്രമേ കിടക്കുന്നുള്ളൂ. അതൊന്ന് നിങ്ങൾ നോക്കുക. അതുമായിട്ടൊന്ന് ഇപ്പം പറഞ്ഞതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ദിസ് വൺ ഈസ് ദ വാൻ ഡെർ വാൾസ് ഇൻറ്ററാക്ഷൻ്റെ. അതിനകത്ത് നമ്മളതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് മാത്രമേ, അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.